നമസ്തേ. നമസ്തേ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ധർമ്മപഠനശാലയിൽ കുറച്ചായില്ലേ നമ്മളെല്ലാവരും വരാൻ തുടങ്ങിയിട്ടില്ലേ? അപ്പോൾ ധർമ്മപഠനശാലയിൽ വന്നതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് ജപിക്കുന്ന ചില വന്ദന ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് അല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ നമുക്കൊന്ന് ചൊല്ലി നോക്കുക അല്ലേ? മോളെ പേരെന്തായിരുന്നു? വേദലക്ഷ്മി. ഇപ്പോൾ വേദലക്ഷ്മി ഗുരു ബ്രഹ്മ എന്നുള്ള തുടങ്ങിയിട്ടല്ലേ ചെല്ലുന്നത്. ആ ഗുരു ബ്രഹ്മ എന്നുള്ള നല്ല ശബ്ദത്തിൽ നല്ല വൃത്തിയിലൊന്ന് ചൊല്ലൂ. നമസ്തേ. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നന്നായിട്ടുണ്ടല്ലോ. അപ്പോൾ ഗുരുവിനെ വന്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് വന്ദന ശ്ലോകമാണ് ചെല്ലാറ്? ഗണപതി അല്ലേ? ഗണപതി ദേവനെ. ഗണപതി ദേവൻ, ഈ ഗണപതി ഭഗവാൻ എന്തിൻ്റെ മൂർത്തിയാണ്? വിഘ്നങ്ങളൊക്കെ ഇല്ലാതെയാക്കുന്ന ദേവ സങ്കല്പമാണ് അല്ലേ? അപ്പോൾ ഗണപതിയെ സ്തുതിച്ചും കൊണ്ട് നമ്മൾ ഏതാ ചെല്ലാറ്? ഏകദന്തം. ആരാ ചെല്ലുക? ഏകദന്തം ഒന്ന് ചൊല്ലു. മുളു ചൊല്ലോ ഏകദന്തം. നമസ്കാരം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. തപ്തകാഞ്ചന സന്നിഭാണ് കേട്ടോ. ഒന്നും കൂടി ചൊല്ലി നോക്കൂ. എൻ്റെ കൂടെ ചൊല്ലിക്കോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അല്ലേ? നമ്മൾ ഗണപതി ഭഗവാനെ സ്തുതിച്ചും കൊണ്ട് ചെല്ലാറുണ്ട് അല്ലേ? എന്തിനാ? നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഗണപതിയെ നമ്മളൊന്ന് സ്മരിക്കും അല്ലേ? വന്ദിക്കും. അതിനെന്താ കാരണം? എന്തിനു വേണ്ടിയിട്ടാണ്? വിഘ്നങ്ങളില്ലാതെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഉറക്കെ പറഞ്ഞോളൂ. വിഘ്നങ്ങളില്ലാതെ ആ കാര്യം അവസാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഭഗവത്ഗീതയിലെ ആദ്യത്തെ മംഗളശ്ലോകം അല്ലേ ശരിയാ? അറിയില്ലേ നിങ്ങൾക്ക്? നമ്മളെല്ലാ ക്ലാസ്സുകളിലും ധർമ്മപഠനശാല ആരംഭിക്കുന്ന സമയത്ത് നമ്മളിതൊക്കെ ചൊല്ലാറുണ്ട്. ഓർമ്മയല്ലേ? എന്നാൽ ചൊല്ലിക്കോളൂ. പാർത്ഥായ പ്രതിബോധിതാൻ തുടങ്ങുന്നേ. കണ്ണടച്ച് പ്രാർത്ഥിച്ചു ചൊല്ലൂ. പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. എന്താ ഈ ഭഗവത്ഗീത എവിടെ നിന്ന് എടുത്തതാണ്? ഏത് ഗ്രന്ഥത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭഗവത്ഗീത ഉള്ളത്? മഹാഭാരതം അല്ലേ? മഹാഭാരതത്തിൽ ഉൾപ്പെട്ടതാണ് ഭഗവത്ഗീത. മഹാഭാരതം നമ്മുടെ ഇതിഹാസങ്ങളിൽ ഒന്നാണ്. ഏതൊക്കെയാണ് ഇതിഹാസങ്ങൾ? ഏതൊക്കെയാണ് നമ്മുടെ? ആരാ പറയാം? 2 ഇതിഹാസങ്ങളുണ്ട്. ഓർക്ക പറയും. രാമായണവും പിന്നെ ഏതാ? മഹാഭാരതവും. രാമായണവും മഹാഭാരതവും. അപ്പം കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെട്ട് അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളോട് പറഞ്ഞു തന്നതാണ് ഭഗവത്ഗീത, ഗീതോപദേശം. അർജുനനെ ഒരു നിമിത്തമാക്കിയിട്ട് നമ്മൾക്കായിട്ട് ലോകത്തിനോട് ഉപദേശിച്ച് തന്നതാണെന്ത്? ഭഗവത്ഗീത. അതല്ലേ മംഗളശ്ലോകത്തിൽ പറയുന്നത്? പാർത്ഥായ പ്രതിബോധിതാം. പാർത്ഥൻ ആരാണ്? അർജുനൻ. അർജുനനെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, പാർത്ഥനെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവതാ നാരായണേന സ്വയം. ഭഗവതാ നാരായണേന. ആരാൽ? ഭഗവാൻ നാരായണനാൽ, സാക്ഷാൽ ഭഗവാൻ നാരായണനാൽ അദ്ദേഹം എന്തു ചെയ്തു? പാർത്ഥായ പ്രതിബോധിത ഭഗവതാ നാരായണേന സ്വയം. അപ്പം ഭഗവാൻ ഈ അർജുനനെ ഉപദേശിക്കുന്നതിന് വേണ്ടി, അല്ലെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗീത ഉപദേശിച്ചത്. അത് ആര് ഒരു ഗ്രന്ഥരൂപത്തിലാക്കി? വ്യാസേന ഗ്രഥിതാം പുരാണമുനിന മധ്യേ മഹാഭാരതം. അല്ലേ? വ്യാസമഹർഷി അറിയില്ലേ? വേദവ്യാസർ അല്ലേ? വേദങ്ങളൊക്കെ രചിച്ച ആളാണ്.
ആ വേദവ്യാസ മഹർഷി അദ്ദേഹത്താൽ ഈ കാര്യം എന്ത് ചെയ്തു? അദ്ദേഹം എഴുതി. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മഹാഭാരതം എഴുതി. ആ മഹാഭാരതത്തിൽ ഉൾപ്പെട്ട ഭാഗമാണെന്ത്? എന്താണ് നമ്മളിപ്പം ചൊല്ലിയ ഭഗവത്ഗീതയിലെ ആദ്യത്തെ മംഗളശ്ലോകം. വ്യാസേന ഗ്രഥിതാം, അടുത്തവരെന്താ? പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം. അദ്വൈതമാകുന്ന അമൃത് വർഷിക്കുന്നതാണ് ഈ ഭഗവത്ഗീത. എന്താ അദ്വൈതം? എന്താ അദ്വൈതം എന്ന് പറഞ്ഞേ? അദ്വൈതം, ദ്വൈതം എന്താ? രണ്ട് അല്ലേ? അദ്വൈതം നമ്മൾ പറയാറില്ലേ? സത്യം, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഉറക്കെ പറയൂ. സത്യം എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അസത്യം. അപ്പം ദ്വൈതം എന്നുള്ളതിൻ്റെ എന്താണ്? ഓപ്പോസിറ്റാണ് നമ്മൾ പറയുന്നത് അദ്വൈതം. ദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് എന്നുള്ളതാണ്. അദ്വൈതോ രണ്ടല്ല. പിന്നെ ഏതാ? മൂന്നാണോ? അല്ല, ഒന്ന്. അതായത് രണ്ട് എന്ന ഭാവമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭഗവാന്റെ സ്വരൂപം, ഈശ്വര സ്വരൂപവും നമ്മളും, അല്ലെങ്കിൽ നമ്മളിൽ എല്ലാവരിലും ആ ഈശ്വര സ്വരൂപം ഉണ്ട്. എന്നിലുള്ള ചൈതന്യവും ഒന്നാണ്, നിങ്ങളിലൊക്കെ ഉള്ള ചൈതന്യവും എന്താണ്? ഒന്നാണ്. ഞാനും നിങ്ങളും എല്ലാവരും, ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും അതേപോലെ ഒന്ന് ഇലകൾ ചലിക്കണമെങ്കിൽ, നമ്മളൊന്ന് ശ്വസിക്കണമെങ്കിൽ, നമ്മളുടെ കണ്ണൊന്ന് എത്ര നേരം ഒന്ന് ചിമ്മുന്നുണ്ട് അല്ലേ? കണ്ണിങ്ങനെ ചലിക്കുന്നില്ലേ? ഇതിനെല്ലാം കാരണം ആ ബ്രഹ്മസ്വരൂപമായ, പരബ്രഹ്മസ്വരൂപമായ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്, ഭഗവാന്റെ ചൈതന്യം നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പം അത് നമ്മളുടെ ഇടയിൽ രണ്ട് എന്നുള്ള ഭാവം ഉണ്ടാവാൻ പാടുമോ? ഇല്ല. നമ്മളെല്ലാവരും ഒന്നാണ്. അത് ഏത് പ്രകാരമാണ്? നോക്കൂ, നമ്മൾ ഈ വൈദ്യുതിയില്ലേ, നമ്മളെ വീട്ടിൽ ഒരുപാട് ഇലക്ട്രിക് ഉപകരണങ്ങളുണ്ട് ഇല്ലേ? അവിടെ ഒരു സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ 4 സ്വിച്ച് ഉണ്ടെങ്കിൽ ഓരോ സ്വിച്ച് ഇട്ടാലും ഓരോ ഉപകരണമാണ് പ്രവർത്തിക്കുക അല്ലേ? ഒരു സ്വിച്ച് ഇട്ടാൽ ഫാന് കറങ്ങും. ഫാന് കറങ്ങിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന ഗുണം എന്താ? നല്ല കാറ്റാണ്. വേറൊരു സ്വിച്ച് ഇട്ടാലോ എന്താ? ചിലപ്പോൾ ലൈറ്റ് ബൾബ് ഇങ്ങനെ പ്രകാശിക്കും, നല്ല വെളിച്ചം ഉണ്ടാവും. അപ്പോൾ എന്താ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എന്താണ്? ഫാന് കറങ്ങാൻ കാരണം എന്താണ്? അതിൻ്റെ ഉള്ളിൽ എന്തുള്ളത് കൊണ്ടാണ്? വൈദ്യുതി. എന്തുള്ളത് കൊണ്ടാണ്? വൈദ്യുതി. അപ്പം ലൈറ്റ് കത്താനോ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? വൈദ്യുതി എങ്ങോട്ട് പ്രവേശിക്കും? ആ ബൾബിലേക്ക് അവിടെ പ്രവേശനം ഉണ്ടാവും. മറ്റൊരു സ്വിച്ച് ഇട്ടാലോ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യും അല്ലേ? ഗ്രൈൻഡർ വർക്ക് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മളുടെ മുന്നിൽ ഇതൊക്കെ പല രൂപത്തിലും ഭാവത്തിലുള്ള ഉപകരണങ്ങളാണ്. ഓരോ ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോഴും എന്തുണ്ട്? അതിൽ നിന്നും കിട്ടുന്ന ഗുണങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ ഈ ഉപകരണങ്ങളെല്ലാം പ്രവർത്തിക്കാൻ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. എന്താണത്? വൈദ്യുതി. അപ്പോൾ നോക്കൂ, അതേപോലെ തന്നെയാണ് ഭഗവാന്റെ ഈ പ്രപഞ്ച സൃഷ്ടിയും. നമ്മൾക്കൊക്കെ പല രൂപങ്ങളുണ്ട് അല്ലേ? എൻ്റെ രൂപമല്ല, നിങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ എന്തു വേണം? ആ ഭഗവാന്റെ ചൈതന്യം നമ്മളിലൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്കൊക്കെ ഇവിടെ ഒന്ന് ചലിക്കാൻ പോലും സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഒന്നിൻ്റെ പേരിലും ഒരു തരത്തിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ പോലും നമ്മൾ മറ്റൊരാളെ പരിഹസിക്കാൻ പാടുമോ? അവർ എന്നേക്കാൾ വേറൊരാളാണ്, അത് എൻ്റെ ആളല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുമോ? ഇല്ല. നമ്മൾ വിശാല മനസ്കതയുള്ള ആളുകളാണ്. നമ്മൾ ധർമ്മപഠനശാലയിൽ പഠിച്ചില്ലേ? ഒരു സുഭാഷിതം പഠിച്ചില്ലേ? വസുധൈവ കുടുംബകം എന്നുള്ളത്. അയം നിജഃപരോ വേദി. ഒന്ന് ചൊല്ലി നോക്കുക. ഞാൻ ചൊല്ലാം, നിങ്ങൾ ചൊല്ലിക്കോളൂ. അയം നിജഃപരോ വേത്തി. ദേവിയല്ല, അയം നിജ. പറയൂ. പരഹ. അയം നിജഃപരോ. അയം നിജഃപരോ വേത്തി ഗണനാലഘുചേതസാം ഉദാരചരിതാനാം തു. ഉദാര ചരിതാനാം തു വസുധൈവ കുടുംബകം. വസുധ പറഞ്ഞ എന്താ? ആരാ പറയാ? വസുധ പറഞ്ഞാൽ എന്താ? ഭൂമി. വസുധ പറഞ്ഞാല് ഭൂമി. വസുധ ഏവ കുടുംബകം. നമ്മൾക്ക് ഈ ഭൂമി തന്നെ നമ്മൾക്ക് കുടുംബ. എങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ഭൂമി? നമ്മൾ ലോകമേ തറവാട്, ലോകം മൊത്തം നമ്മളെ തറവാടെന്നൊക്കെ പറയാറില്ലേ?
ഈ ലോകത്തുള്ള എല്ലാവരും നമ്മളെ ബന്ധുക്കളാണ് അല്ലേ? നമ്മൾ പ്രതിജ്ഞ ചെല്ലാറില്ലേ സ്കൂളിൽ? ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഭാരതം എൻ്റെ രാജ്യമാണ്, എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്, അവിടെ ജാതി മത വർഗ ലിംഗഭേദങ്ങളൊന്നുമില്ല, എല്ലാവരും നമ്മുടെ സഹോദരീ സഹോദരന്മാരാണെന്ന് പറയാറില്ലേ? അപ്പോൾ നോക്കൂ, ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം എന്താണ് നോക്കൂ. അയം നിജഃപരോ വേതി ഗണനാ ലഘുചേതസാം. ചില ആളുകളുണ്ടാവും, ഇത് എൻ്റെ ആളല്ല, എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല, അല്ലെങ്കിൽ ഇത് എൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വേറെയാണ്, എൻ്റെ രാഷ്ട്രീയം വേറെയാണ്, അപ്പോൾ അതുകൊണ്ട് അയാളായിട്ട് കൂട്ടുകൂടാൻ വയ്യ, അല്ലെങ്കിൽ അദ്ദേഹം വേറൊരു വിഭാഗത്തിൽപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾ വിശാല മനസ്സുള്ള ആളാണോ? ആണോ? അല്ല. അവർ ലഘുചേതസാം. അയം നിജഃപരോ വേദി, അയം നിജഃ, ഇയാൾ ഈ രീതിയിലുള്ളതാണ്, അല്ലെ എൻ്റെതാണ്, അല്ലെ എൻ്റെ ആളല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ എന്താണ്? ചെറിയ ബുദ്ധിയുള്ള അല്ലെങ്കിൽ വിശാല മനസ്സുള്ള ആളല്ല. മനസ്സിലായില്ലേ? വിശാലമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളായിരിക്കില്ല അവർ. എന്നാൽ ഉദാരചരിതാനാം തു, എന്താ ഉദാരചരിതാനാം തു എന്ന് പറഞ്ഞാൽ വിശാലമായി ചിന്തിക്കുന്നവർക്ക് ഈ ഭൂമി തന്നെ എന്താണ്? വസുധൈവ കുടുംബകം. ഈ ഭൂമി തന്നെ കുടുംബമാണ്. ഇപ്പം നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കണ്ടേ? എല്ലാവരും നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ് അല്ലേ? എല്ലാവരിലും നമ്മളിലുള്ള ചൈതന്യം ഏതൊരു ഭഗവാന്റെ ചൈതന്യമാണോ അതേ ചൈതന്യം തന്നെയാണ് എല്ലാവരിലും ഉള്ളത് അല്ലേ? അതൊക്കെ നമ്മൾ ധർമ്മപഠനശാലയിൽ വന്നിട്ട് നമ്മൾ ചൊല്ലുന്ന ശ്ലോകങ്ങളിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പം എന്താ ഇത് പറയാൻ കാരണം? ഭഗവത്ഗീതയിലെ ആദ്യത്തെ മംഗളശ്ലോകം നമ്മളിങ്ങനെ ചൊല്ലി. ഒന്നുകൂടി ചൊല്ലി നോക്കുക, എവിടം വരെ എത്തി? ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. അദ്വൈതാമൃത വർഷിണിയാണ് ഭഗവത്ഗീത. എന്താണ്? രണ്ടെന്ന ഭാവം വെടിയുന്ന, ഒന്ന് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരേ അമ്മയുടെ കുട്ടികളാണ് എന്നുള്ള രീതിയിൽ നമ്മളിൽ ഒരു വേർതിരിവും ഇല്ല എന്ന് കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ് എന്താണ് ഭഗവത്ഗീത. ഉപനിഷത്തിൻ്റെ സാരസംഗ്രഹമാണ് ഭഗവത്ഗീത എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഭഗവത്ഗീതയിൽ നമ്മൾ മംഗളശ്ലോകം ചെല്ലുന്നതിൽ ഒരു ശ്ലോകം ഉണ്ടല്ലോ, അവസാനം ഏതാണ്? ഓർമ്മയുണ്ടോ? അപ്പം നമ്മൾ പറഞ്ഞ ശ്ലോകം ഏതായിരുന്നു? മൂകം കരോതി. ഓർമ്മയുണ്ടോ അല്ലേ? അതിൻ്റെ അവസാനം നമ്മൾ ചെല്ലാറില്ലേ? അതൊന്ന് ഉറക്കെ ചൊല്ലൂ, നല്ല വൃത്തിയിൽ കണ്ണടച്ച് എല്ലാവരും ചൊല്ലൂ. പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. എന്താ അർത്ഥം? നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മളിലൊക്കെ ഉള്ള ചൈതന്യമായ ചൈതന്യത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? ഇവിടെ ഭഗവത്ഗീതയിൽ ആചാര്യൻ പറഞ്ഞിരിക്കുന്നു, വേദവ്യാസ മഹർഷി മംഗളശ്ലോകം എഴുതിയ സമയത്ത് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? മൂകം കരോതി വാചാലം. മൂകം, സംസാരിക്കാൻ സാധിക്കാത്ത ഒരാളെ എപ്രകാരമാണോ ആ ആൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്, സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരാളെ എപ്രകാരമാണോ, എന്തൊരു ശക്തിയാണോ അവരെ വാചാലനാക്കുന്നത്. മൂകം കരോതി വാചാലം. മൂകനെ എപ്രകാരമാണോ വാചാലനാക്കുന്നത്, ഏതൊരു ഭഗവാനാണോ ഇപ്രകാരം ചെയ്യുന്നത്. പിന്നെയോ പങ്കും ലംഘയത്തെ ഗിരിം. ഗിരിഹി എന്ന് പറഞ്ഞാൽ പർവ്വതം സംസ്കൃതത്തിൽ. പങ്കും വികലാംഗ, പങ്കുഹു എന്ന് പറഞ്ഞാൽ വികലാംഗനാണ് അർത്ഥം. പങ്കും ലംഘയതേ ഗിരിം. കാലിന് സ്വാധീനം അല്ലെങ്കിൽ വികലാംഗരായ ഒരാൾക്ക് എപ്രകാരമാണോ വലിയ മലകൾ കയറാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ശബരിമലയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്കൊക്കെ കയ്യിനൊന്നും കാലിനൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ സാധിക്കാത്ത ചില പ്രയാസം അനുഭവിക്കുന്ന ആളുകളും വളരെ അവരുടേതായ രീതിയിൽ വളരെ ഭംഗിയായിട്ട് വ്രതം നോറ്റ് അവരെന്ത് ചെയ്യുന്നു? ശബരിമലയിൽ പോയി ദർശനം നടത്തി വരുന്നു. ചിലപ്പം വീൽ ചെയറിലായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചക്രമൊക്കെ ഉള്ള വേറെ ചില സംഭവങ്ങളുണ്ടല്ലോ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്.
നമ്മൾക്കൊക്കെ എന്താണ് എത്ര നമുക്ക് സുഖം ഉണ്ടെങ്കിലും എത്ര കണ്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ പല ആളുകളും അതിൽ എന്തില്ല, തൃപ്തി ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. എപ്രകാരമാണോ മൂകനെ വാചാലനാക്കുന്നത്, അതേപോലെ വികലാംഗനായ ഒരാളെ എപ്രകാരമാണോ പർവ്വതം കയറാൻ സഹായിക്കുന്നത്, ഏതൊരു ശക്തിയാണോ സഹായിക്കുന്നത്. യത് കൃപാ തമഹം വന്ദേ. ഏതൊരു ഭഗവാന്റെ കൃപയാലാണോ ഇതെല്ലാം നടക്കുന്നത്, ഏതെല്ലാം? സംസാരിക്കാനും കഴിയാത്തൊരാളെ സംസാരിപ്പിക്കുന്നത്, നടക്കാനും കഴിയാത്തൊരാളെ നടക്കാനുള്ളൊരു പ്രേരണ നൽകുന്നത്, അവരെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. ഇത് ഏതൊരു ചൈതന്യത്തിൻ്റെ ഫലത്തിലാണോ ഇപ്രകാരം സാധിക്കുന്നത്, ആ ചൈതന്യത്തെ യത് കൃപാ തമഹം വന്ദേ പരമാനന്ദമാധവം. പരമമായ ആനന്ദമാണ് ഭഗവാൻ. ആ ഭഗവാനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വന്ദേ, അഹം വന്ദേ. അഹം എന്ന് പറഞ്ഞാൽ ആരാ? അഹം എന്ന് പറഞ്ഞാൽ സംസ്കൃതം പഠിക്കുന്ന കുട്ടികളല്ലേ? അഹം എന്ന് പറഞ്ഞാൽ ആരാ? ഉറക്കെ പറയൂ. അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. അഹം എന്ന് പറഞ്ഞാൽ യത് കൃപാ തം അഹം വന്ദേ. ഏതൊരു ഭഗവാന്റെ കൃപയാലാണോ ഇങ്ങനെയെല്ലാം നടക്കുന്നത്, ആ ഭഗവാനെ അഹം വന്ദേ. ഏതു ഭഗവാനെ? പരമാനന്ദമാധവം. ആ പരമമായ ആനന്ദം നൽകുന്ന ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വന്ദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള സുഭാഷിതങ്ങളും അതേപോലെ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇല്ലേ? അപ്പോൾ ഇതൊക്കെ വീട്ടിൽ നിന്ന് സന്ധ്യയ്ക്ക് നാമം ജപിക്കുമ്പോൾ ചൊല്ലാറുണ്ടോ എല്ലാവരും? വൈകുന്നേരം വിളക്ക് വെച്ചാൽ നാമം ചൊല്ലാറുണ്ടോ? ഇല്ലേ? സ്കൂൾ വിട്ട് വന്ന് നമ്മൾ മേൽക്കഴുകുക അല്ലെങ്കിൽ കുളിക്കുകയൊക്കെ കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് വീട്ടിൽ അമ്മ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ആ വിളക്കിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് കുറച്ച് നേരം നാമം ജപിക്കാറില്ലേ? ഇല്ലേ? ആ നാമം ജപിക്കുന്ന സമയത്ത് ഇതൊക്കെ ചൊല്ലാറുണ്ടോ? ഇതൊക്കെ എന്നും ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ധർമ്മപഠനശാലയിൽ കൃത്യമായിട്ടൊരു കാര്യം തന്നിട്ടുണ്ട്, ഇല്ലേ? അത് പ്രകാരം നിങ്ങളെല്ലാവരും ചൊല്ലിയാൽ നിങ്ങൾക്കത് എന്താവും? ഒരുപാട് ഗുണം ചെയ്യും.